ഇവൻ സണ്ണി ജോർജ് കുരിശിങ്കൽ. പേര് കേട്ട തറവാട്ടുകാരാ. പറഞ്ഞിട്ടെന്താ, സണ്ണി ഓട്ടം തുടങ്ങിയിട്ട് കുറച്ചു നാളായി. പിറകെ ഓടുന്നവർ മാറുന്നുണ്ടെന്ന് മാത്രം. നാഷണൽ ഗെയിംസിന് വേണ്ടി ഓടിയ കേരളവും രക്തദാനത്തിൻ്റെ മഹത്വം പറഞ്ഞോടിയ ബോബി ചെമ്മന്നൂറിനെയും പോലെ സണ്ണിയുടെ ഓട്ടത്തിന് പിന്നിലും ഒരു കഥയുണ്ട്, ഒരു കാക്കക്കഥ. ഈ ക്യാമറ ബിൽഡപ്പും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. ഇവൻ നമ്മുടെ സണ്ണിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. എന്തിനും ഏതിനും സണ്ണി ആദ്യം സമീപിക്കുന്ന സകല പ്രശ്നങ്ങൾക്കുമുള്ള ഒറ്റമൂലി. സണ്ണിയെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. എവിടെ തുടങ്ങിയാലെന്ത്, എങ്ങനെ തുടങ്ങിയാലെന്ത്. ഓർമ്മ വെച്ച നാൾ മുതൽ സിനിമയാണ് അവൻ്റെ ജീവിതം. ക്യാമറ ഓൺ സിനിമകൾ അവൻ്റെ സിനിമാ സങ്കല്പങ്ങളെ ഹോളിവുഡിൻ്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബ്രാഡ് പിറ്റിനെ നായകനാക്കി സിനിമ എടുക്കണം, അതാണ് അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ആൽഫ്രഡ് ഹിച്ച്കോക്ക്, മാർട്ടിൻ സ്കോർസെ, കിം കിഡോക്ക്, അലക്സാൻഡ്രോ ജെയിംസ് വാൻ, ഇവരെല്ലാം കഴിഞ്ഞ് ആര് എന്ന ചോദ്യത്തിന് അവൻ തന്നെ കണ്ടെത്തിയ ഉത്തരം സണ്ണി ജോർജ് കുരിശിങ്കൽ. നസീറിനെയും ജയഭാരതിയെയും മികച്ച ജോഡികളായി കണക്കാക്കിയ നാട്ടുകാർക്കും വീട്ടുകാർക്കും അവൻ്റെ ഹോളിവുഡ് സങ്കല്പങ്ങൾക്കൊത്തുയരാൻ സാധിച്ചിട്ടില്ല. എങ്കിലും വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. പക്ഷേ കുരിശിങ്കൽ വീട്ടിലെ ജോർജിന്റെ ആദ്യത്തെയും അവസാനത്തെയും പുത്രൻ. ഒന്നിനും ഒരു കുറവ് വരാൻ ആരും അനുവദിച്ചിട്ടില്ല. ചോദിക്കുന്നതെന്തും കൺമുമ്പിലെത്തിക്കുന്ന അച്ഛൻ, സ്നേഹനിധിയായ അമ്മ, ഒന്ന് കടയിൽ പോകാൻ പോയിട്ട് ഒരു കാക്കയെ കല്ലെടുത്തെറിയാൻ പോലും അനുവദിക്കാത്ത വീട്ടുകാർ. ഒരു നല്ല സിനിമാക്കാരൻ്റെ അടിസ്ഥാനം അനുഭവങ്ങളാണെന്ന് ഏതോ ഒരു മഹത് വ്യക്തി എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. പറയുന്നവർക്ക് എന്താ പറയാൻ പാടില്ലാത്ത അല്ലേ? സണ്ണി സിനിമാക്കാരനാവാൻ പോകുന്നു എന്ന കേട്ട നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരൊറ്റ വികാരമേ ഉണ്ടായിരുന്നുള്ളൂ, പുച്ഛം, പരമ പുച്ഛം. അകഞ്ഞിരിക്കുമ്പോഴാണ് കോയമ്പത്തൂർ പഠനകാലത്ത് പരിചയപ്പെട്ട ഒരു ഡയറക്ടർ തൻ്റെ പുതിയ സിനിമ ചെയ്യുവാനും അതിൽ അസിസ്റ്റ് ചെയ്യുവാനും സണ്ണി ജോർജ് കുരിശിങ്കലിന് അവസരം ലഭിക്കുന്നത്. അങ്ങനെ സണ്ണിയുടെ സിനിമയെന്ന സ്വപ്നം പൂവണിഞ്ഞു. ഹലോ സാർ. അതെ സാർ. സണ്ണി, ഞാൻ വിളിച്ചേ നമ്മൾ ഷൂട്ടിന് പോയി സാധനം വേണമായിരുന്നു. ഓ പറഞ്ഞു സാർ. പ്രൊഡക്ഷൻ കൺട്രോൾ ഉണ്ടാവില്ല, സണ്ണിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ഇപ്പൊ ഒരു പിക്കാസോ പെയിന്റിങ്, ഒരു പഴയ DSLR ക്യാമറ, പിന്നെ ഒരു കാക്ക. സമയത്തിന് കിട്ടണം. പിന്നെ ആ നേരത്തെ കാണാൻ പറഞ്ഞ എന്റെ സ്വഭാവം മാറും. സാർ സണ്ണീനൊരു പരിപാടി വെച്ചാൽ എത്തിയിരിക്കും. എത്തിയാ നിനക്ക് കൊള്ളാം. പിക്കാസോ പെയിന്റിങ്, DSLR, കാക്ക തന്നെ ഇരിക്കുകയാണ് പറഞ്ഞു. വിളിച്ച് ചോദിച്ചല്ലോ. ഹലോ സാറേ. സാറേ, ഈ മൂന്നാമത് പറഞ്ഞതേ കാക്കാന്ന് പറയുമ്പോ, അല്ല സാറേ, ഈ കാക്കാന്ന് സാർ ഉദ്ദേശിച്ചത് ജീവനുള്ള കാക്കയാണോ അതോ ചത്ത? അതിപ്പോ സാർ ഈ ജീവനുള്ള കാക്ക ഞാൻ എവിടെ പോയാണ് സാർ? അതല്ല സാറേ, എന്നാലും ഈ പിന്നെ ഗൂഗിളിലല്ലേ കാക്കിരിക്കണ. ഇനി എങ്ങാനും ഉണ്ടെങ്കിലോ ഹൗ ടു ക്യാച്ച് ഇതിപ്പോ ആരോടെ ചോദിക്കുക?
ആ ഞാനടാ. ആ ഞാനടാ സണ്ണിയടാ. നീ എന്താ ഈ നേരത്ത്? നീ അവളോട് പിന്നെ ഉടക്കി. എനിക്ക് ഒരു കാക്കേനെ വേണം. ആ കാക്ക. ഒന്നര. നാളെ രാവിലെ ആവട്ടെ, നമുക്ക് തപ്പിയെടുക്കാം. നീ ഫോൺ വെച്ചിട്ട് വെക്കാൻ തുടങ്ങിയടാ. തന്നെ അടുത്തൊക്കെ ചോദിക്കണ നേരം. ഈ ആംഗ്രി ബേർഡ്സ് കണ്ടുപിടിച്ച ഏതാണോ അവൻ്റെ ഉടുക്കത്തൊരു ഗെയിം കളി. ഡാ ഈ കാക്കേനോട് ഒപ്പിക്കും. എനിക്കാണെങ്കിൽ ഒരു ഐഡിയ ഇല്ലാട്ടാ. നീ ഗെയിം കളിച്ചോണ്ടിരിക്കാണ്ട് എന്തെങ്കിലും ഒന്ന് പറടാ. നീ എന്തിനാണ് ഇപ്പൊ ടെൻഷൻ അടിക്കണ? കാക്കയല്ലേ, ഇവിടെ എവിടെ നോക്കിയാലും കാക്കയുണ്ട്. ഇപ്പൊ ശരിയാക്കി തരാം. അന്നു മുതൽ സണ്ണിയുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസിലേക്ക് ഒരു പഞ്ഞം ഉണ്ടായിട്ടില്ല. എന്താ മോൻ്റെ തരാനാണോ നീ കുന്നം പിടിക്കുന്നത്? അല്ല ഞാൻ ഈ കാക്കേനെ കാക്കാണാ അന്നൊക്കെ വേണ്ടല്ലോ അടിച്ച് ഞാൻ ഇവിടെ ചേട്ടാ, അവന്റെ അറിവില്ലായ്മ കൊണ്ടല്ലേ. പ്ലീസ് വേണ്ട വേണ്ട. തപ്പുല്ലേ മോനെ പേടിച്ചു പിടിച്ചു. നീ പേടിക്കണ്ട, എൻ്റെ അത് വേറെ ഐഡിയ ഉണ്ട്, ഇതിലും പ്രാക്ടിക്കൽ ആയിട്ടുള്ളത്. മാറാം. ഇവിടെ നമ്മളായിട്ടുണ്ടോ കോഴിയും തറവൊക്കെ അത് കാക്കയാണോ? അത് ഏയ് അത് പൊന്മാൻ അതെ. ചേട്ടാ. പക്ഷികളൊക്കെ ചേട്ടാ ഇതല്ല. വേറെന്താ സാർ? ചേട്ടാ ഈ കാക്ക ആകെ നാണക്കേടായി. ഇനിയിപ്പോ നാട്ടുകാർ മൊത്തം അറിയില്ലേ, അവരുടെ മുഖത്തിനി എങ്ങനെ നോക്കും? ഡോൺ വെറി മാൻ, സംഭവം കലക്കും. ഒന്ന് പോയടാ. ഇതൊരു മാൻ. കാക്കായനെ കർത്താവുണ്ട് തരും. കർത്താവാ? ആ, ഞാനേ ഒരു ശില്പ എഴുതിയിട്ടുണ്ടായിരുന്നു. ശില്പ? ആ, പള്ളിയിൽ എടയാ ഈ പ്രാർത്ഥനാ സഹായം എഴുതിയിരുന്ന പെട്ടിയില്ലേ, വല്യമ്മച്ചി പറഞ്ഞാണ് ഇനിയെല്ലാം നടക്കും. താൻ പാതി ദൈവം പായുന്നല്ലേ, നമ്മൾ മാത്രം ഓടിയതുകൊണ്ടൊന്നും നടക്കൂല. എന്റെ ദൈവം, ഇതിപ്പോ നാട്ടുകാർ മൊത്തം അറിഞ്ഞ്. അതിന്റെ ഇടയിലാണ് അവന്റെ വെല്ലുമ്മടം 17. ഒരു വിശ്വാസി ഒരു കാക്കയെ ലഭിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കർത്താവിന്റെ പ്രാർത്ഥനാ സഹായം യാചിക്കുന്നു. അതിനിപ്പോ അറിഞ്ഞെന്താണ്? കുളിക്കടവരുടെ കണ്ടില്ല, കാക്കനെ പിടിക്കാനൊക്കെ പിടിക്കാനൊക്കെ ദൂരി. ഒന്നും വേണ്ടായിരുന്നു. എല്ലാവരെയും പോലെ വല്ല ബിടെക്കിനെങ്ങാനും പോയാൽ മതിയായിരുന്നു. അതാവുമ്പോൾ സപ്ലി ഉണ്ടാവുന്നല്ലേ ഉള്ളൂ. അതിപ്പോൾ എല്ലാവർക്കും ഇല്ലേ. ഇതിപ്പോൾ പാഷൻ ഡ്രീം എന്നൊക്കെ പറഞ്ഞ് ആകെ നാറി. ഇവനാ എന്താടാ? അതിനെന്താ? ആ, ഇഡ്ഡലി സാമ്പാർ നീ പോയി തിന്നായി. അതല്ലടാ, അന്നാണ് ഒരു ബലിയിടണത്. അപ്പ അവിടെ കാക്ക വരും. ആ, ഇനി ആ കാക്കനെ പിടിക്കാൻ പോയിട്ട് അവന്മാരെ തല്ലുകൊണ്ട് നമ്മളീ ആവാനാ. ഇതല്ലടാ, അതിന് വഴിയുണ്ട്. ആ, നിന്റെ ഐഡിയ കൊണ്ടാണ് ഈ പരിവായത്. എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം.
An optimist sees opportunity in every calamity. But ദൈവം. pessimist sees calamity in every opportunity. നിക്ക് തന്നെയാണത്. അപ്പൊ ഞാൻ ആ നീ തന്നെടാ. ഇവനിതെന്തു പറ്റി? ആ അവരഞ്ചു പേരുണ്ട്. മോതിരമുണ്ട്. കാക്കകളൊക്കെ സെറ്റാ. ഡാ. ഉഫ്. ടാ. നിന്നെ കൊണ്ടൊക്കെ തീരാറായെന്നാ തോന്നണേ. അതെ. സ്പോട്ടിൽ ഞാൻ വലറിയും. ഒറ്റ വീശിൽ ഒരു 5-6 കാക്കെങ്കിലും ഉണ്ടാവും. ഓടിപ്പോയി പിടിച്ചോളാം. ഓക്കെ. ദിവന്റെയാണ്. ഓടിക്കോടാ, വലിഞ്ഞോടിക്കോ. ചാടെ വല്ല ചൊവ്വേന്ന് വന്നിരിക്കൂ. ശകുനി എന്ത് പരിപാടി ഇവനെ കൊണ്ടുപോയ പണിയാണല്ലോ. ഇരിക്കാണ്ട്. ജീവിതം പലപ്പോഴും ഇങ്ങനെയാണ്. പല കാര്യങ്ങളും പുറത്തിരുന്ന് കാണുന്നവർക്ക് വിമർശിക്കാനും കൂട്ടി പറയാനും ഭയങ്കര എളുപ്പമാണ്. ബട്ട് ദ റിയാലിറ്റി ഈസ് മോർ കോംപ്ലിക്കേറ്റഡ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ചുറ്റും തന്നെയുണ്ട്. വി ജസ്റ്റ് ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ആൻഡ് നെവർ ലൂസ് ഹോപ്പ്.